തമിഴ് സോങ് ആവാം അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തമിഴ് സോങ് പാടാൻ പോവുകയാണ്. അടുത്ത ഗാനത്തിന് വേണ്ടി വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ആളുടെ ഒരു റിക്വസ്റ്റാണ് തമിഴ് സോങ്. അപ്പോൾ അടുത്ത ഗാനത്തിന് ശബ്ദം നൽകുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുഹമ്മദ് ഷാ. തമിഴ് പാട്ട് പാടാൻ ഇയാളെ വിളിച്ചത് ഇപ്പൊ പാടുന്ന ഇപ്പോഴാണ് പാടുന്നത്? ഇല്ല ഇവിടെ ഞാൻ വിളിച്ചിട്ടില്ല. നാടൻ പാട്ടോ എന്തിനിപ്പോ അവിടുന്ന് തമിഴ് സോങ് പറയുമ്പോ ഞാൻ ഭാഷയിലെ പാട്ടോ ഇത് ഭാഷയിലെ പാട്ട് പാടില്ല. ഭാഷയിലെ പാട്ടാണ് അയാൾ പറയുന്നത്. നാലുവരി ഇതിലൊരു നാലുവരി പാടുന്ന പോലും ആണോ? നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാമിൽ പോകുമ്പോൾ അവിടെ ഉത്സവ പറമ്പിലൊക്കെ കാണുന്നുണ്ട് ചോളാപ്പുരി വെക്കുന്നത്. കമ്മിറ്റിയില്ല, ഏത് കമ്മിറ്റി? ഇവിടെ ഷിയാബിയാണ് ഞങ്ങൾ വിളിച്ചത്. ഈ വലിയാണോ? ചായ കുടിക്കാൻ പറഞ്ഞ് പാടിക്കൊടുക്ക. അവര് പറഞ്ഞ പിന്നെ നമുക്ക് സോറി ഏറ്റവും ചെറിയൊരു അവസരം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആവേശം കണ്ടില്ലേ? ഹലോ, തിരിച്ചു 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 പേരെന്തായിരുന്നു? വേൽമണി. വേൽമണി. എവിടെ സ്ഥലം? ഞാൻ സേലത്താണ്. ഞാൻ 35 കൊല്ലമായിട്ട് കേരളത്തിൽ ഞാൻ താമസിക്കാം. മക്കളും ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി താമസിക്കാം. ഞാൻ കല്യാണം കഴിച്ച് ഇവിടുന്നാണ്. യൂണിവേഴ്സിറ്റി. നിങ്ങൾ എത്ര വർഷമായി ചോളപ്പുരി ഇരിക്കുന്നത്? ഞാൻ 10 ഉത്സവം ചോളപ്പുരി നല്ല കച്ചവടം ഉണ്ടാവും. പിന്നെ ഇവിടെ വ്യാപാര വേശിന് പരിപാടിക്ക് പറഞ്ഞു. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വാട്സപ്പ് കണ്ട് അങ്ങനെ കച്ചവടം പാടിക്കോട്ടല്ലേ? കേരളം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നല്ല ആൾക്കാരാണ്. എല്ലാവരുടെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഞങ്ങൾക്ക് തമിഴ്നാട് നല്ല ഇഷ്ടമാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ മഴ കുറവാണ്. കുറവല്ലേ? കേരളത്തിൽ നല്ല മഴ ഉണ്ട്. നല്ല മനുഷ്യർക്ക് നല്ല മഴ ഉണ്ടാവും. എല്ലാവരും കൈ തട്ടിക്കൊണ്ട് ഞാനിങ്ങനെ പാടാൻ ഇഷ്ടമാണ്. അത് ഗ്രാമങ്ങൾക്കൊന്നും കറൊക്കെ പോകലുണ്ട്. പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ. അതല്ല, തമിഴ്നാട്ടിലൊക്കെ സ്റ്റാർ ആയിരിക്കുമല്ലോ പാട്ട് പാടുന്ന? ഇല്ല, ഞാൻ 35 കൊല്ലമായിട്ട് പെണ്ണുങ്ങളുടെ നാട്ടിൽ അങ്ങനെ ബന്ധമില്ല. ഇവിടെ കല്യാണം കഴിഞ്ഞോട് ഇവിടെ നിൽക്കാം. എല്ലാവരും ഇവിടെ സ്വന്തം നാടായി ഇവിടെ. ചേളാരിയൊക്കെ വരുമല്ലേ? ഇവിടെ എല്ലാ പരിപാടികളും ഉത്സവം നടത്തുന്നൊക്കെ നമ്മുടെ ഇവിടുന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഉത്സവം പറഞ്ഞല്ലോ? ഞാനൊരു പ്രാവേശ് ടി വി എന്നൊരു പാട്ട്, പാലം പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാടാനും ഇഷ്ടമാണ് പാട്ട്. അല്ല, നിങ്ങൾ കരോക്കെ ഹലോ ഇവിടെ മ്യൂസിക് അല്ല, അതിന് പാടുമോ? അയ്യോ, ഇന്ന് വെള്ളം കുടിച്ചിട്ട് പോലും ഇല്ല. ഒരു കാര്യമോ നിങ്ങൾ മൊബൈല് അങ്ങനെ വലിയ മൊബൈൽ ചെറിയ മൊബൈൽ. ഹലോ, സോളാപ്പൂർ എടുക്കല്ലേ ബ്രോ? ആവല്ലോ എന്ത് പോലെ നല്ല നടപ്പാലം അപ്പന്റെ കയ്യോ പിടിച്ച് നട
സൂപ്പർ അല്ലേ ഏട്ടന് ശരിക്ക് எல்லாம் வந்து ரொம்ப நன்றி அப்படின்னா യെസ് ഓക്കെ ഈ പാട്ട് ശരിക്കും ഈ പാട്ട് പാടിയ ആള് ഒരുപാട് സന്തോഷമുണ്ട് കൈയ്യടി നിറവുണ്ടോ തരുമോ നിറഞ്ഞൊരു കൈയ്യടി തരുമോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ എന്താ പറയുക അവിടെ കണ്ടൊരു ഏറ്റവും വലിയ സന്തോഷം അതൊക്കെ വലിയൊരു അത് വലിയൊരു സംഭവം പറയാം അത് നമ്മളൊരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വെളിച്ചം തെളിഞ്ഞു അത് പടച്ചോണ്ടൊരു വെളിച്ചമായിരിക്കും അത് ഞാൻ ഈ ചോളപ്പുരയായിട്ട് വന്നപ്പോൾ അവിടുന്ന് ഒരാളോട് ചോദിച്ചോട് പറഞ്ഞു കച്ചവടം ഇതൊരു ഇൻഡോർ ആണല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരാളെ ഇവിടെ അലൗഡാണെന്ന് നമുക്കറിയില്ല പക്ഷെ അവിടുന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു കച്ചവടം ചെയ്യാൻ പറ്റുമോ ഒരു കുഴപ്പമില്ല കച്ചവടം ചെയ്തോ അതൊരു വലിയൊരു മനസ്സിലാവും അത് കയ്യിൽ കൊടുക്കാൻ മനസ്സിന് ആളെ കാണിച്ചു തരാട്ടോ പിന്നെ അത് കഴിഞ്ഞു ഞാനിവിടെ കയറി എൻ്റെ മൊബൈൽ ഓഫായി കാരണം ഇവിടെ അയ്യൊന്നും വിളിക്കാൻ പറ്റില്ല ബഹുമാനം വിളിക്കാൻ പറ്റില്ല അങ്ങനെ പുറത്തിരുന്നപ്പോൾ അവിടെ ചായ ഉണ്ട് ചായ ഞാൻ കുടിച്ചു അപ്പോൾ ഇയാൾ ഓടി വിട്ടിട്ട് ചെയ്തറിയോ എന്നോട് ചായ രണ്ടാമത് എൻ്റെ ഗ്ലാസ്സിൽ കുടിച്ച് ഒഴിച്ചു തരാം കുടിക്കാൻ പറയാം ഇതിലും വലിയ ക്വാളിറ്റി ഒരു മനുഷ്യന് വേണം അല്ലേ ഇന്നത്തെ കുറേ ആൾക്കാരൊക്കെ ഈ റൂമിലുള്ളപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അല്ലേ ഞാൻ എൻ്റെ മനസ്സിൽ കറങ്ങിട്ടോ നമ്മളൊക്കെ അണ്ണാച്ചിൻ്റെ പൈസയും കറണ്ട് ബില്ലും മക്കളെ പോറ്റാൻ വേണ്ടി പരിപാടിയൊക്കെ ചെയ്യുന്നത് പക്ഷെ ഈ ഒരു മനസ്സ് ഓടി വന്നിട്ട് എന്നോട് പറയാം കുടിച്ചത് മാത്രമല്ല അയാൾ ഗ്ലാസ്സിൽ എനിക്കിങ്ങനെ ഫസ്റ്റ് ഞാൻ കുടിച്ച് കിടക്കാറായിട്ടോ എൻ്റെ വയറ് നിറഞ്ഞു രണ്ടാമത് ഒഴിച്ചു തരാ ഗ്ലാസ് മൊത്തം കുറച്ചൊന്നും കാവലുണ്ടാവില്ല ഒക്കെ പേര് റഹ്മാൻ പറയേണ്ട ആവശ്യം ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ് ഓക്കെ ശരിക്ക് ഒരു ചോളപ്പുരി കച്ചവടക്കാരൻ തന്നെ അല്ലേ പക്ഷെ ഇന്ന് നമുക്കറിയാം തമിഴ് സിനിമയാണെങ്കിലും ജിപ്സി എന്ന സിനിമയിൽ നല്ലൊരു വേഷം തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ജിപ്സി എന്ന തമിഴ് സിനിമയിൽ അതുപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് സിനിമയിൽ ചെയ്തിട്ടുണ്ട് പുതിയ സിനിമകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കലാഭവൻ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകൾ മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ സ്റ്റേജിൽ ഇത്ര ജനകീയമാക്കിയ മറ്റൊരു കലാകാരനില്ല വൺ മിസ്റ്റർ സതീഷ് കലാഭവൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈ ഒരു പരിപാടിയുടെ കുടുംബ സംഗമത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഡ്രസ്സ് മാറ്റി പാടിയ പോലെ ഡ്രസ്സ് മാറ്റി പാടാം അല്ലേ അപ്പൊ ഒത്തിരി സന്തോഷം എല്ലാ ആശംസകളും നേരാണ് എല്ലാവർക്കും ഐ ലവ് യു സന്തോഷം ഐ ലവ് യു ഓക്കെ ആ കവറും സാധനമൊക്കെ എടുത്ത് പെട്ടെന്ന് വിട്ടോണം യെസ് വെൽക്കം അടുത്ത മനോഹര ഗാനത്തിന് വേണ്ടി വീട്ടിലെത്തിയാണ് വീട്ടിൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സിംഗ് ബ്രദേഴ്സ് മുഹമ്മദ് ഷാ ആൻഡ് ഷാ വെൽക്കം വീണ്ടും നമ്മൾ മനോഹരമായി